ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മിയും അച്ഛനും മനോജും അങ്ങനെ അമ്മായിമാരെല്ലാവരും കൂടി പറയുന്നുണ്ട്, അവൾ എവിടേക്കായിരിക്കും പോവുക എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്താണ് ധനലക്ഷ്മി അവളുടെ അഭിപ്രായം പറയുന്നത്. അവൾ എങ്ങോട്ടേലും മുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവിടെയാണല്ലോ അവളെ കാണാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ. ധനലക്ഷ്മി കൃഷ്ണനെയും കൺമണിയും കാണിക്കുന്ന കാട്ടിലൂടെ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്തായാലും ഇവർ ചർച്ച ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് SI കണ്ണമ്മ അവരെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, കൺമണി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിങ്ങളടുത്ത് എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, അവൾ ഒറ്റയ്ക്കൊന്നല്ല, കൂടെ ക്രിസ്താഗറും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ കൃഷും കൺമണി രാത്രി ഒറ്റയ്ക്ക് തന്നെയാണല്ലോ. നല്ല ആനയുടെ സൗണ്ട് കേൾക്കുമ്പോൾ കൺമണി പേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും അത് നല്ലൊരു വൻ ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്, വന്യജീവികളൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ അമ്മായിമാരൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മായിമാർ പറയുന്നുണ്ട്, ഈ ദുഷ്യന്തൻ ശകുന്തളയെ ഉപേക്ഷിച്ച് കളയോ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രണയിച്ചതിന് ശേഷം തന്നെ അവൾ ഉപേക്ഷിച്ച് കളയാതിരുന്നാൽ മതിയായിരുന്നു. ഇന്ന് അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ പിന്നീട് അവളെ വെറുതെ വലിച്ചെറിയാതിരുന്നാൽ മതിയായിരുന്നു. ക്രിസ്താറിന് മുൻപും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത് മാനസയാണ്. മാനസ എല്ലാ വിവരവും അറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഇവർ രണ്ടുപേരും കാട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ മാനസയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഇവർ എന്താ ഒറ്റയ്ക്ക് രണ്ടുപേരും ഒറ്റയ്ക്കായാൽ ശരിയാവില്ല എന്നൊക്കെ ആൻറ്റിയമ്മ വിളിച്ച് പറയുമ്പോഴത്തേനും മാനസയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും തന്നെ കൃഷും കൺമണി ഒരുമിച്ചിരിക്കാനായിട്ട് അവൾക്ക് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം തന്നെ കൃഷും കൺമണിയും പിന്നെയും കാണിക്കുന്നുണ്ട്. അവനാണെങ്കിലോ കെട്ടിപ്പിടിച്ച് അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളാണ് പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ, അതുകൊണ്ടാണ് അങ്ങനെ. എന്നാലും അവരുടെ മനസ്സിലുള്ള സ്നേഹം തീർച്ചയായും തുറന്ന് പറയുന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു പ്രൊമോ വിശേഷം കഴിയുന്നത്.